പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നല്ല പ്രഭാതത്തിൽ ആശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന നമ്മൾ ഇന്നത്തെ യാത്രയാണ്, പകൽ യാത്ര. ജീവിതത്തിൻ്റെ ഇടപാടുകൾ, വിനിമയങ്ങൾ, സംസർഗങ്ങൾ, സംഭാഷണങ്ങൾ, സന്ദർശനങ്ങൾ, അതെല്ലാം കൂടിയതാണ്. ഇതിനെല്ലാം നമുക്ക് ദൈവാനുഗ്രഹം ആവശ്യമാണ്. ഈശോ ഒരു രാത്രി മുഴുവനും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നമ്മളതെല്ലാം സമ്മറി ചെയ്തിട്ട് പ്രഭാതത്തിലെ ഒറ്റ സമർപ്പണ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാം. കോടതി പോകാനുള്ളവർ ഉണ്ടാകും, സ്ഥലമുള്ളവർ പോകേണ്ടവരുണ്ടാകും, സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനോ, ഇനി വിവാഹം സെറ്റ് ചെയ്യാൻ വേണ്ടി ജീവിത പങ്കാളികളെ കാണാൻ പോകുന്നവർ ഉണ്ടാവും. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ പുതുക്കല്യാണത്തിന് പോണവരുണ്ടാവും, പുതുക്കം പോണവരുണ്ടാവും. അങ്ങനെ ഓരോരോ കാര്യത്തിൽ നമ്മൾ യാത്ര ചെയ്യത്തില്ലേ. ചിലപ്പോൾ അപകട വഴികളിലൂടെ പോകേണ്ടവരുണ്ടാവും, ചിലപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സഹോദരൻ ഉണ്ടാവും, റബ്ബർ വെട്ടാൻ പോകുന്ന തൊഴിലാളികളുണ്ടാവും, ചിലപ്പോൾ റബ്ബർ പാല് ശേഖരിക്കാൻ പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ റബ്ബർ മാർക്കറ്റിൽ ഷീറ്റ് ഉണക്കി വിൽക്കാൻ പോണവരുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ഏലത്തോട്ടത്തിൽ പോണവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം നീ പോകുന്നു ആ മേഖലയിലെല്ലാം. ചിലപ്പോൾ നീ ലോറി ഡ്രൈവർ ആണെങ്കിൽ ലോറിയും കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാകാം. ഇങ്ങനെ എല്ലാ മേഖലകളിലും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ പോലീസുണ്ട്, അവരുടെ മൂഡ് വരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ചിലരൊക്കെ വിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർ ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ചോദിച്ച് കൺഫ്യൂഷനാക്കി നമ്മുടെ സമയം അവിടെ പിടിച്ചു. അപ്പോൾ നിസ്സാരകാര്യമല്ല യാത്ര. ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അപകടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മരക്കൊമ്പ് മുകളിൽ നിന്ന് ഒടിഞ്ഞ് വീണപ്പോൾ അവർക്ക് തോന്നിയപ്പോഴാണ് കുഞ്ഞ് വെട്ടിച്ചതെന്നാണ് ചിലരൊക്കെ പറയണത്. സത്യാവസ്ഥ ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല, ഒത്തിരി വേർഷൻസ് ഉണ്ട്. ഈ ഒരു യാത്ര എപ്പോഴും നമുക്ക് പ്രാർത്ഥനയുടെ വിഷയമാണ്. ഞാൻ എൻ്റെ ക്രൂസൊക്കെ എൻ്റെ സഹപ്രവർത്തകർ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ തലയ്ക്ക് വെക്കണത് സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ കൈ വെക്കണത് അല്ല. അവർ പോണതിനേക്കാളും പ്രധാനപ്പെട്ടതിന് ഒന്ന് സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ അവരുടെ കൂടെ പോകണം. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ ദൂതൻ ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ കൂടെ വരും. അങ്ങനെ വരുമെന്ന് പറഞ്ഞൊരു ഭംഗി വാക്ക് പറയുകയല്ല, കാര്യം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എന്താ വാഗ്ദാനം? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ഞാൻ നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. കർത്താവ് നമുക്ക് മുമ്പേ ദൂതനെ അയക്കും. അപ്പം ദൈവം തന്നെ വിചാരിച്ചിരിക്കണത് നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന്. നമ്മളുടെ ദൗത്യം നിറവേറ്റാൻ നമുക്ക് സഹായം ആവശ്യമാണ്, ദൈവസഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ. കർത്താവേ, നീ എന്തുമാത്രം കരുതുന്നു ഞങ്ങളെ. നിന്റെ ഏകജാതി നൽകാൻ തക്ക വിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ എന്നെ സ്നേഹിച്ചു എന്നാണ് ഞാനത് വായിക്കണത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ സംരക്ഷണം, നിന്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിപാലന. കർത്താവേ, ഞങ്ങളുടെ മക്കൾ വെറുതെ ഹൃദയം നൊന്ത് പോകുന്നവരുണ്ട്. അങ്ങയുടെ മുമ്പിൽ തിരികെത്തിച്ചുകൊണ്ട് രണ്ടു തുള്ളി കണ്ണീരിട്ട് അറിയാതെ കരഞ്ഞു പോയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോകുന്നവരുണ്ട്. കർത്താവെ, വിവാഹത്തിന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി പോണവരുണ്ട്. മക്കളില്ലാത്തവർ ആശുപത്രി പോണവരുണ്ട്. പിന്നെ ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടി പോണവരുണ്ട്. അതിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പേപ്പർ വാങ്ങിക്കാൻ പോണവരുണ്ട്. അവർക്കെല്ലാം ആശയങ്ങളുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ. ഓരോരുത്തരും എന്തെല്ലാം ഈ പ്രാവശ്യമെങ്കിലും ഗർഭിണിയായിരിക്കുമോ, കുഞ്ഞുണ്ടാകുമോ, കർത്താവെ എന്നൊക്കെ വിളിച്ചാൽ അന്തൽ റിസൾട്ട് നോക്കാൻ പോണവരില്ലേ. അപ്പം അങ്ങനെ ഓരോരോ സമയത്ത് കർത്താവിനോട് അവർ പറയും, കർത്താവേ, എൻ്റെ ഇന്ന് പഠനകാലത്ത് കുറച്ച് അബദ്ധം സംഭവിച്ചു പോയി, പരീക്ഷ അതുകൊണ്ട് വേണ്ടവർ എഴുതാൻ ഒത്തില്ല, എനിക്ക് അവസരം തന്ന അടുത്ത ടേംസിൽ ഞാൻ നല്ലവണ്ണം പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പട്ടാങ്ങി പറഞ്ഞിട്ട് പോണവരില്ലേ.
സ്ഥലം കാണാൻ പോകുന്നവർ, സ്ഥലം വിൽക്കാൻ പോണവർ, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർ, കേസിന് പോണവർ വരെ ഉണ്ട് ഒരു നീതിക്ക് വേണ്ടി. അങ്ങനെ എല്ലാ യാത്രക്കാരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവർ, കടയിൽ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ച് വിൽക്കാൻ പോകുന്നവർ, അങ്ങനെ ഓരോരോ കടകൾ, ഇപ്പോൾ ജീവിതമാർഗം തുടങ്ങാൻ പോകുന്നവരുണ്ട്. ബ്യൂട്ടി പാർലർ വരെ തുടങ്ങാൻ പോകുന്ന മനുഷ്യരുണ്ട്. ബ്യൂട്ടി പാർലറിൽ കച്ചവടമില്ല, ബിസിനസ് ഇല്ലാത്തതിൻ്റെ വരെ വേദനിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെല്ലാം തരം മനുഷ്യരാണ് കർത്താവ്. കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഓരോരോ മാർഗം. കുഞ്ഞുങ്ങളെ പോറ്റാൻ മുലയിൽ പാലില്ലാത്ത മാതാപിതാക്കളും അമ്മമാരുണ്ട് വേദനിച്ചിട്ട്. അവർക്ക് അവരെന്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പറയണ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട്, പക്ഷെ മുലയിൽ പാലില്ല. അപ്പോൾ അവസാനം വിഷമിച്ച് ചെറുച്ചവരൊക്കെ എൻ്റെ അടുത്ത് വരും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയും. ഇത്തിരി ഉടമ്പടി തൈലം മേടിച്ചു കൊണ്ടുപോയി പുരട്ടി വെക്കുവാൻ. കാര്യം എന്താണ്? ലോകത്ത് എത്ര നമ്മൾ ശാസ്ത്രം മാറുന്നാലും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ദൈവം തന്നെയാണുള്ളത്. അങ്ങനെ അത് വിചാരിക്കുന്നവരാണ് ദൈവവിശ്വാസത്തോട് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ, ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ ഭൗതികമായിട്ട് കൈകാര്യം ചെയ്യാനല്ലാതെ മറ്റു സംവിധാനങ്ങൾക്കൊന്നും പറ്റണില്ല. ദൈവത്തിൻ്റെ സ്പേസ് എപ്പോഴും വേക്കൻ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, എല്ലാ ജീവിത മണ്ഡലങ്ങളിലും എല്ലാവരുടെയുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ആ മേഖലകളെല്ലാം അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയുമ്പോൾ സമാധാനമില്ല, വഴിയില്ല, വീടില്ല, ഇല്ലായ്മക്കാരെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതാണ് അമ്മ. എന്താണ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണ്. അതിൻ്റെ കൈകാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് സ്വർഗീയ സംവിധാനം. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇല്ലായ്മക്കാർ ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള ഇല്ലായ്മക്കാർ ജീവിതത്തിലുണ്ട്. സമാധാനം, സന്തോഷമില്ലാത്ത, ഒറ്റപ്പെട്ടു പോയവർ, അങ്ങനെ പല വിഷയങ്ങളിൽ വീടില്ലാത്ത, വഴിയില്ലാത്തവർ, എല്ലാവരെയും നീ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖമില്ലാത്തവരുണ്ട് ഈശോയെ, മനസ്സിനും ശരീരത്തിനും. ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ, അവരുടെ എണ്ണം കൂടുതലാണ് ഇപ്പോഴും. അവരുടെ മാതാപിതാക്കന്മാർക്ക് സമാധാനമില്ല കർത്താവേ. അങ്ങനെ എല്ലാവരും നീ സ്പർശിക്കണം. എപ്പിലെപ്സികൾ, അതുപോലെ ഓട്ടിസംസ്, ഹൈപ്പർ ആക്ടിവിറ്റി, അവരുടെ മാതാപിതാക്കന്മാർ കർത്താവേ, അവരാ കുഞ്ഞുങ്ങളെയും കൊണ്ട് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, കെട്ടിപ്പോയത് കൊണ്ട് അനുഭവിച്ച ഈ വലിയ ഭാരങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയിട്ട് ഇവരും ഈ കുരിശു കഴിക്കുന്ന മക്കളും മാത്രം ഉണ്ടാകുന്ന സമയത്ത് ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട് കർത്താവെ. എല്ലാവരും നീ സ്പർശിക്കണം. മൂത്രം പോകാത്തവരുണ്ട് ഈശോയെ, എന്നിട്ട് ബ്ലാഡർ തിങ്ങിപ്പോണവരുണ്ട് ഈശോയെ, എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, വയർ കീറിക്കളയാൻ തോന്നുന്ന ഒരാൾക്കാരുണ്ട് ഈശോയെ. അങ്ങനെ പല വൈറസിൻ്റെ, ബാക്ടീരിയയുടെ അറ്റാക്കുകൾ, ഒരിക്കലും ബാക്ടീരിയ ഒരു ആൻറ്റിബയോട്ടിക്സോട് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, ആൻറ്റിബയോട്ടിക്സുകളോട് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, അങ്ങനെ ഓരോ വിഷയങ്ങൾ, എങ്ങനെ എന്തെല്ലാം കർത്താവേ, ഇതെല്ലാം ഓർത്ത് അങ്ങയുടെ തിരുസേന ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസേന വെക്കും. ഈശോ, നിന്റെ വിശുദ്ധമായ വലതുകരം, മരണത്തെ ജയിച്ച കുരിശിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ സൗഖ്യദായകമായ ശക്തി, വിടുതൽ ശക്തി നിങ്ങളിലേക്ക് വസിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിന്റെ ദൈവം നിന്നെ ഏറ്റെടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ. Lord, infuse your spirit of power and grace. നമ്മളിത് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:26-27. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും, ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. എൻ്റെ മക്കളെ, എൻ്റെ ചിത്രമുള്ള ലൂക്കാവിശേഷം 21:26-27. മനുഷ്യർ അസ്തപ്രജ്ഞരാകും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ മനുഷ്യപുത്രൻ സർവശക്തിയുടെ വരും. അതാണ് കണക്ഷൻ. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ബൈബിളിൻ്റെ ആ ഘടന കണ്ടില്ലേ? മനുഷ്യർ അസ്തപ്രജ്ഞരാകും, അവർക്ക് അടിതെറ്റിപ്പോവും, മനസ്സിൻ്റെ ബലം പോവും. അതാണ് മനുഷ്യൻ്റെ ബലം പോവും. അപ്പോൾ എന്ത് പറ്റും? മനുഷ്യപുത്രൻ ബലമായിട്ട് വരും, ശക്തിയായിട്ട് വരും. എൻ്റെ ദൈവങ്ങളെ, ഇത്രേ പ്രശ്നമുള്ളൂ. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ്? ഇപ്പോൾ ഡോക്ടർ പറയണം നിനക്ക് പ്രഷറാണ്, ഇനി ശ്രദ്ധിക്കണം എന്ന് പറയും. ഇപ്പോൾ ചിലർ പറയും നിങ്ങൾക്ക് അറിയാതെ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അസ്തപ്രജ്ഞനായി പോകും.
അസ്തപ്രജ്ഞനാകേണ്ട കാര്യമില്ല. കാര്യം എന്താ? അസ്തപ്രജ്ഞനായ അടുത്ത നടപടി എന്താണ്? കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ബലം പോയാൽ അതിൻ്റെ അർത്ഥം ബലം എന്നേക്കാട്ട് പോയെന്നല്ല. നമ്മുടെ ബലം പോയാൽ കർത്താവിൻ്റെ കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ പോകുന്നു എന്ന അർത്ഥം. ഇപ്പം ജപ്തിയാണെന്ന് പറയുമ്പോൾ അസ്തപ്രജ്ഞനായി പോകും. പക്ഷേ എന്താ? കർത്താവിന് വഴിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് പുതിയ വഴി തരുന്നു, നമ്മൾ ഡെലിവർ ആകുന്നു. എന്തുമാത്രം സുവിശേഷത്തിലാണ്. ഇന്നലെ 2.5 കോടി കടമുണ്ടായിരുന്നൊരു കാനഡക്കാരൻ സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് 33 ലക്ഷമായിട്ട് കുറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം അസ്തപ്രജ്ഞനായി, പിന്നെ എന്ത് പറ്റി? അനന്തരം മനുഷ്യപുത്രൻ സർവശക്തിയോടെ വരുന്നു. അപ്പോൾ ഓരോ അസ്തപ്രജ്ഞരും ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കാനുള്ള ദൈവപരിപാലനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നീ പതറേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുക. കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, ഇന്നത്തെ ജീവിതാവശ്യങ്ങള് ഭക്തിയോടെ, പ്രത്യാശയോടെ, ശരണത്തോടെ കൈകൾ കൂപ്പി കണ്ണടച്ച് ദൈവതിരുസനെ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു വരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പേര് ജയശ്രീ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനുള്ള കാരണം, ഞാനൊരു ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. റിട്ടയർമെൻറ്റിന് ശേഷം ആരോഗ്യമായി ബന്ധപ്പെട്ട് തന്നെ ഓർഗാനിക് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന RCM എന്ന ഒരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ ഷോപ്പ് ഞാൻ തുടങ്ങുകയുണ്ടായി. ഷോപ്പ് തുടങ്ങി ഒരു 3-4 മാസത്തിന് ശേഷം അത് ബിസിനസ് ഭയങ്കര ഡള്ളായി. അപ്പോൾ എനിക്ക് അത് വളരെയധികം പ്രയാസം. എന്താ വെച്ചാൽ കുറേയധികം പൈസ ചിലവിട്ടിട്ടാണ് ഞാൻ ആ ഷോപ്പ് ആരംഭിച്ചത്. വീട്ടിൽ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ അതിനെ അതിജീവിച്ച് അത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം.
അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരാശയം തോന്നി, ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഒരു ചെറിയതായിട്ട് പുറത്ത് അവിടുന്ന് കുറച്ച് മാറി എവിടെയെങ്കിലും തുടങ്ങാൻ എനിക്കൊരു സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ, അധികം ക്യാഷ് ചിലവില്ലാതെ എനിക്ക് ഒരു റൂം കിട്ടിയാൽ അവിടുന്ന് കൂടിയുള്ള ബിസിനസ് ആകുമ്പോൾ എൻ്റെ ടേൺ ഓവർ വർദ്ധിക്കുമല്ലോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിൽ തീരുമാനിച്ച് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്ക് കൃപാസനത്തിലൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റാഫും ഞാനും കൂടിയാണ് ഫസ്റ്റ് ടൈം ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ 6 നിയോഗങ്ങളിൽ ഫസ്റ്റ് വെച്ചത് ഞാൻ ഇത് തന്നെയായിരുന്നു. എനിക്ക് അധികം സാമ്പത്തിക ബാധ്യതകളില്ലാതെ എനിക്കൊരു മുറി ഷോപ്പ്, എത്ര ചെറുതാണെങ്കിലും വേണ്ടില്ല, എനിക്ക് സെയിൽ കൂട്ടണം. അതിനുവേണ്ടി എനിക്കൊരു ഒരു മുറി ഷോപ്പ് കിട്ടണം. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഉടമ്പടി 6 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ പോയി ഏകദേശം ഒരു 6ാമത്തെ ദിവസം, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അഡ്വാൻസ് ഒന്നും കൂടാതെ വളരെ തുച്ഛമായ വാടകയിൽ, അതായത് എൻ്റെ ഷോപ്പ് എനിക്ക് വളരെയധികം അറേഞ്ച്മെൻ്റ് എനിക്ക് ആ ഷോപ്പിൽ നടത്തേണ്ടി വന്നു. AC, ക്യാമറ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു ഷോപ്പാണ് ഞാൻ ആദ്യം തുടങ്ങി വെച്ചത്. പക്ഷെ ആ സ്ഥാനത്ത് ഈ ക്യാമറയും AC ഒന്നും ഇല്ലെങ്കിൽ പോലും റാക്കുകൾ സഹിതം എനിക്ക് അവിടെ വളരെ തുച്ഛമായ ഒരു 15,000 രൂപയുടെ ചിലവ് മാത്രമേ എനിക്ക് ആ സെക്കൻഡ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് വേണ്ടി വന്നുള്ളൂ, മുടക്കുമുതലായി വേണ്ടി വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ആ കാര്യം ഉടമ്പടി എടുത്ത് 6ാമത്തെ ദിവസം തന്നെ അമ്മ എനിക്ക് സാധിച്ചു തരികയുണ്ടായി. അതുപോലെ തന്നെ അതിനുശേഷം മെല്ലെ മെല്ലെ എൻ്റെ 2 ഷോപ്പുകളിലും സെയിൽ വർദ്ധിക്കുകയും എനിക്ക്, അതായത് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അവിടെ നെറ്റ്വർക്ക് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മെച്ചമുണ്ടാവുകയുള്ളൂ. അല്ലാതെ ഷോപ്പിൽ സാധനങ്ങൾ വരുമ്പോൾ അതിൻ്റെ കമ്മീഷൻ മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വളരെ സെയിൽ നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ അവിടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എൻ്റെ ഉടമ്പടിക്ക് ശേഷം എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ ഏകദേശം ഒരു 12 വർഷമായിട്ട് എനിക്ക് ഹെമറോയിഡ്സ്, അൾസർ ഇത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടെത്തി കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് ഇത് കൺഫേം ചെയ്തു. അതിനുശേഷം വളരെ 2 മാസം 3 മാസക്കാലം മാത്രമേ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും മെഡിസിൻ എടുക്കുകയും ചെയ്തിരുന്നുള്ളൂ. പിന്നീട് ഫുഡ് കൺട്രോൾ ചെയ്ത് ഞാൻ അങ്ങനെ പോവുകയാണ്. വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് വളരെ അധികം സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതായത് വീട്ടിൽ കൂടുതൽ ജോലികൾ, ഒരു ഗസ്റ്റ് വരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷ അവസരങ്ങളിലൊക്കെ നമുക്ക് വീട്ടിൽ കൂടുതൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ബാക്ക് പെയിനും അബ്ഡോമിനൽ പെയിനും തുടങ്ങി, അതിനോടൊപ്പം ബ്ലീഡിങ്, എനിക്കൊന്ന് താഴോട്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം 2ാമത്തെ പുതുക്കലിനോടുകൂടി എനിക്കത് പൂർണ്ണമായ മാറ്റം എനിക്കുണ്ടായി. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോടെല്ലാം ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വർഷക്കാലമായിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഡാർക്ക് കോഫി കളറിലാണ് സ്റ്റൂൾ പാസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നല്ല രീതിയിൽ, ചില സമയത്ത് ലൂസായി, അങ്ങനെ. അതായത് ഒരു മെഡിക്കൽ ഫീൽഡിൽ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഏത് അസുഖത്തിൻ്റെ ഒരു ലക്ഷണം ആയിരിക്കാമെന്ന്. ഞാനത് ഹസ്ബൻഡിനോടോ മക്കളോടോ ആരോടും തന്നെ പറഞ്ഞില്ല. എൻ്റെ 2 ചേച്ചിമാരുടെ അടുത്ത് മാത്രം പറഞ്ഞപ്പോൾ അവരെന്നെ വളരെയധികം നിർബന്ധിച്ചു ഡോക്ടറെ കാണാൻ. പക്ഷെ ഞാൻ കൂട്ടാക്കിയില്ല. ഞാൻ അതും എൻ്റെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്നും വിടുതൽ ലഭിച്ചു. അവിടെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ആത്മീയമായി വളരെയധികം വളരുവാൻ എനിക്ക് സാധിച്ചു. അത് എൻ്റെ ഒരു സ്വഭാവം വെച്ച് തന്നെ ഞാൻ വളരെ എടുത്തുചാട്ടക്കാരിയാണ്. ആരോടും ഇപ്പം എൻ്റെ മേലുദ്യോഗസ്ഥരാണ് പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം, ഒരു തെറ്റാണ് എന്ന് കണ്ടാൽ ആ സ്പോട്ടിൽ ഞാൻ മറുപടി പറയുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. അതെല്ലാം ഇപ്പം എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നേ. ഷോപ്പിൽ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവരോടെല്ലാം ചിരിച്ച് നല്ല സോഫ്റ്റായിട്ട് എനിക്ക് സംസാരിക്കുവാനുള്ള
ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. അമ്മ അതിനെന്നെ സഹായിച്ചു. മടിയില്ലാതെ എവിടെയും ആർക്കും പത്രം കൊണ്ട് കൊടുക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായി. ഹോസ്പിറ്റലുകളിലെ, ബസ് സ്റ്റാൻഡുകളിൽ, ഷോപ്പുകളിൽ, വഴിവെക്കിൽ, വീടുകളിൽ, കടകളിൽ എല്ലാവിടവും ഞാനിപ്പം പത്രം കൊണ്ട് കൊടുക്കാറുണ്ട്. ഓരോ വരവിലും ഞാൻ മിനിമം 3 സെറ്റ് പത്രമെങ്കിലും 4, 5 ഒക്കെ വാങ്ങി, എന്നാലും മിനിമം 3എങ്കിലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും. മിക്ക അവസരങ്ങളിലും ഈ വണ്ടാനം ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ ഇറങ്ങി ആ പത്രം മുഴുക്കം ഞാൻ കൊടുത്ത് തീർത്തിട്ട് പോവുകയാണ് പതിവ്. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്തൊരു കത്തോലിക് ചർച്ചുണ്ട്. അവിടെ മാതാവ് ഉണ്ണിയേശു നിൽക്കുന്ന ഒരു രൂപക്കൂട്, അവിടെ ഞാൻ ഡെയിലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാണ് ഷോപ്പിലേക്ക് പോകുക. അപ്പോൾ ആ സമയത്ത് പലതവണ ഇപ്പം ഒരു 4-5 തവണയായിട്ട് എനിക്ക് അവിടുന്ന് പത്രം എടുത്തുകൊണ്ട് പോകാൻ ഉള്ള ഭാഗ്യം ലഭിച്ചു. അതായത് 1 വർഷത്തിന് മുമ്പ് ആദ്യമൊക്കെ കിട്ടിയത് 2022 ലാസ്റ്റിലൊക്കെ ഉള്ള പത്രം വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും 2023 പത്രങ്ങൾ മിക്കവാറും 2-3 സെറ്റ് പത്രങ്ങൾ അവിടെ ഉണ്ടാകും. അങ്ങനെ പലതവണ ഞാനതെടുത്ത് ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഷോപ്പ് അടച്ചിട്ട് അത് ഓരോ വീടുകളിലും കൊടുത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് പ്രാർത്ഥിച്ചാണ് പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് കാരണം പെട്ടെന്ന് ഒരു അരമണിക്കൂർ പോലും വേണ്ടി വരില്ല, എനിക്ക് പത്രം കൊടുത്ത് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോകാറുള്ളത്. അവിടെ വെച്ചാണെങ്കിൽ തന്നെ ഒരു സ്ഥിരമായി അവിടെ കുറച്ച് കൂടുതൽ ദിവസം അവിടെ അഡ്മിറ്റായി കിടന്ന 2 പേഷ്യൻസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ വന്നു പോകുന്നവർ. അപ്പോൾ അവരെ ഞാൻ 2 തവണ വിസിറ്റ് ചെയ്യുകയും അവർക്ക് അത്യാവശ്യ സഹായം ചെയ്യുകയും അതുപോലെ നമ്മുടെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിലൊരു അമ്മ പറഞ്ഞു, ആരും ഇല്ല സഹായിക്കാൻ, അപ്പം മക്കളൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പം മകനെവിടെയോ ആണ്, മരുമകൾ പിണങ്ങിപ്പോയിരിക്കുക, അവരുടെ വീട്ടിലില്ല. അപ്പോൾ ഈ അമ്മ തന്നെയാണ് ഈ അച്ഛൻ്റെ എല്ലാ കാര്യവും നോക്കുന്നത്. മുട്ടിന് സർജറിക്കാണ് കിടക്കുന്നത്. അപ്പം സർജറിക്ക് ശേഷവും ഞാൻ ചെന്നു അവരെ കണ്ടു. അപ്പോൾ സർജറിക്ക് മുന്നേ ഞാൻ അവരെ വിളിച്ചു, എന്തായി എന്നറിയാൻ വിളിച്ചപ്പോൾ ആ അമ്മ എന്നോട് പറയുകയാണ്, മോളെ ഞാൻ ഇന്ന് വെളുപ്പിനെ അച്ഛന് ബാത്റൂമിൽ പോകാൻ തോന്നി, അന്നേരം അടുത്ത് ബെഡിൽ കിടന്ന ഒരു പയ്യൻ അച്ഛനെയും കൊണ്ട് പോയി, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു, മാതാവിനെ സ്വപ്നം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം മാതാവ് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞല്ലോ, നിങ്ങളെ അവിടേക്ക് വിളിക്കുക, അച്ഛന് സുഖമായ ഉടനെ അച്ഛൻ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ കഴിവതും എത്താൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു, ഇവർ ഡിസ്ചാർജായി പോയി കഴിഞ്ഞ് ഞാൻ വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു പിണങ്ങിപ്പോയ അവരുടെ മരുമകൾ വീട്ടിലെത്തിയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വാർത്ത അത് എനിക്ക് അമ്മയെ കുറിച്ചുള്ള അവരെ അറിയിച്ചതിലൂടെ എനിക്ക് ലഭിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. മാവേലിക്കരയിൽ സ്നേഹാലയം എന്നും പറഞ്ഞൊരു വൃദ്ധസദനമുണ്ട്, അവിടെ എല്ലാ മാസവും ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സഹായം ചെയ്യും, അല്ലാതെ തന്നെ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ കുളിക്കാനും നനയ്ക്കാനും മറ്റ് ക്ലീനിങ്ങിനുള്ളതും ആട്ട അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ അവർക്ക് എല്ലാ മാസവും കൃത്യമായി ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കും. കൂടാതെ ഒരു സ്നേഹ ദീപം എന്ന് പറഞ്ഞ് ഓച്ചിറയുള്ള ഒരു ട്രസ്റ്റ് പിരിവിന് വരുന്നുണ്ട്, അവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ഒക്കെ വന്ന് ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ എന്നെ കഴിയുന്ന പോലുള്ള സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. തോബിൻ്റെ പുസ്തകം 14:9 നിനക്ക് ശുഭം ഭവിക്കുവാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. ജയശ്രീ എന്ന ഈ സഹോദരി എത്ര നന്നായി ഉടമ്പടി ജീവിതം നയിച്ചുവെന്ന സാക്ഷ്യത്തിലൂടെ വ്യക്തമാക്കുകയാണ്. സഹോദരി ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം, ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്നു, വലിയ വിറ്റുവരവില്ല, ക്ലേശത്തിലാണ്, മറ്റൊരു കട തുടങ്ങണം, അധിക സാമ്പത്തിക ചെലവില്ലാതെ തുടങ്ങുവാനുള്ള ഒരു വഴി ആലോചിക്കുകയും അതിനുള്ള സഹായം തേടിയാണ് അമ്മയുടെ തിരുനട എത്തുകയും ചെയ്യുന്നത്. പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു സവിശേഷതയാണ് അത് ഭാരങ്ങൾ ലഘൂകരിച്ചു തരും എന്നത്. നമ്മുടെ എത്ര വലിയ ക്ലേശത്തിലൂടെ പോകുമ്പോഴും അത് ലഘൂകരിച്ച് നിസ്സാരമാക്കി നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അമ്മ മാതാവ് തിരുക്കുമാരുടെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് സഹായിക്കുമെന്നത് സഹോദരി പറയുന്നുണ്ട്. 2ാമത്തെ കട തുടങ്ങുമ്പോൾ ആകെ ഏതാണ്ട് 17,000 രൂപയുടെ ചിലവേ ഉണ്ടായുള്ളൂ. ആദ്യത്തേത് 1 ലക്ഷത്തിന് മേൽ ചിലവോടുകൂടി തുടങ്ങിയത്, 2ാമത്തേത് വളരെ നിസ്സാര തുകയ്ക്ക് കട തുടങ്ങുവാനും 2 കടയിലൂടെയും
തൻ്റെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിച്ചുവെന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണവും മാധ്യസ്ഥവുമാണ് മകൾ ഇതിലൂടെ ഏറ്റുപറയുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടി എങ്ങനെ ജീവിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി സഹോദരി പങ്കുവെക്കുന്നുണ്ട്. അത് പ്രാർത്ഥനയുടെ കാര്യങ്ങളാണെങ്കിലും കാരുണ്യ പ്രവർത്തനയുടെ കാര്യങ്ങളാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഈ അക്രൈസ്തവയായ സഹോദരി പറയുന്നുണ്ട്, ഞാൻ അമ്മ മാതാവിനെ പൂർണ്ണമായി ആശ്രയിച്ച് ശരണപ്പെട്ട് ജീവിക്കുകയും അമ്മ മാതാവിലൂടെ ഇവിടുന്ന് ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും എൻ്റെ ജീവിതത്തിൽ പാലിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. നാം ആദ്യം കേട്ടത് കൃപാസനം പത്രം കിട്ടിയപ്പോഴുണ്ടായ വിഷയങ്ങളാണ്. ഒന്ന് കൊടുക്കാതെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു. ആരോ പൊതിച്ചോറ് ചോദിച്ചപ്പോൾ അവരോട് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. എവിടെ ആർക്ക് കൊടുത്തെന്നറിയാത്ത വിധത്തിൽ അതങ്ങനെ പോയി. പിന്നീട് എല്ലാ മാസവും വാങ്ങണമെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നീടുള്ള 2 മാസങ്ങളിൽ പത്രം വാങ്ങിയില്ല. പക്ഷേ അതിനുശേഷം ഉടമ്പടി ആദ്യം പുതുക്കിയതിന് ശേഷമുള്ള മാറ്റം അത് വളരെ ശ്രദ്ധേയമാണ്. സഹോദരി പറയുന്നുണ്ട്, കഴിയുന്നതും 5 കെട്ടോ 3 കെട്ടോ പത്രം ഇവിടുന്ന് കൊണ്ടുപോയാൽ എൻ്റെ കടയടച്ചിട്ടാണെങ്കിലും കൂടിയും ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിച്ച് പറഞ്ഞുകൊണ്ടത് കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പള്ളിയിലിരിക്കുന്ന പത്രം പഴയതാണെങ്കിൽ കൂടിയും അത് കിട്ടിയാൽ അതും ഇതുപോലെ പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ഒരു പത്രം കൊടുക്കുവാൻ ഏറെ പ്രയാസപ്പെട്ട സഹോദരി എത്ര വേഗത്തിലാണ് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, അമ്മ മാതാവിലുള്ള വലിയ വിശ്വാസത്തെ പ്രതി ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. രോഗികളെ കാണാൻ പോകുന്നതിനെക്കുറിച്ചും സഹോദരി സൂചിപ്പിച്ചു. ഒരു കുടുംബത്തെ ആശുപത്രിയിൽ പോയി നിരന്തരമായി കണ്ട് പരിചയപ്പെട്ട് ആ കുടുംബത്തിന് വന്നുകൊണ്ടിരുന്ന പ്രയാസങ്ങളിൽ കൂട്ടുചേരുകയും പിന്നീട് സഹോദരി തന്നെ പറയുന്നുണ്ട്, ആ കുടുംബത്തിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പിണക്കങ്ങൾ മാറിയത്, രോഗത്തിന് സൗഖ്യം ലഭിച്ചത്, അമ്മ മാതാവിൻ്റെ തന്നെ സ്വപ്നദർശനം കുടുംബത്തിന് ലഭിക്കുന്നത് ഒക്കെ പങ്കുവയ്ക്കപ്പെടുവാനായിട്ട് കാരണമാകുന്നതിനെക്കുറിച്ച്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഈ ജീവിതം നമ്മുടെ ഹൃദയഭാരങ്ങൾ എടുത്തു നീക്കുകയും നമ്മുടെ ജീവിതത്തെ കുറേ കൂടി സ്വതന്ത്രമാക്കുകയും ദൈവസന്നിധിയിൽ കൂടുതൽ എളിമയോടും സന്തോഷത്തോടും കൂടി നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ നിരന്തരം നമ്മളെ ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ്. ഉടമ്പടിയിൽ നമുക്ക് കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കാം. നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശത്തെയും ദുരിതത്തെയും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ചുകൊണ്ട് ഉടനടി പരിഹാരത്തിന് വേണ്ടി അമ്മയുടെ അരികിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ശരണപ്പെടുകയും ചെയ്യാം. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്